നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്, അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ തീയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. ഒക്കെ രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. അപ്പൊ ദിയ കൃഷ്ണയുടെ സ്ഥാപനമായിട്ടുള്ള ഓബൈ ഓസിയിൽ നടന്ന തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. സംഭവം എല്ലാവർക്കും അറിയാലോ. ദിയയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 3ഓളം ജീവനക്കാരികൾ കസ്റ്റമേഴ്സ് സാധനം വാങ്ങിക്കുമ്പോൾ സ്വന്തം അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ച് 10 മാസത്തിനിടെ 69 ലക്ഷത്തോളം അങ്ങനെ തട്ടിയ സംഭവം. ഇതുമായി ബന്ധപ്പെട്ടുള്ള പോലീസിന്റെ അന്വേഷണ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന 3 പേരുടെയും അക്കൗണ്ട് ഒരു ദിവസം മുന്നേ പോലീസ് പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും ദിയ പറഞ്ഞ പോലെ 66 ലക്ഷം രൂപയുടെ ട്രാൻസാക്ഷൻ ആണ് ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് പോലീസ് കണ്ടെടുത്തത്. പക്ഷേ ഇവർ പണം വരുമ്പോഴെല്ലാം പണം അപ്പപ്പോ തന്നെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം ഇവർക്ക് അറിയാം എന്തെങ്കിലും ഇവരുടെ തട്ടിപ്പ് പിടിക്കപ്പെടും. അപ്പൊ അന്ന് അക്കൗണ്ട് ഫ്രീസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാണെങ്കിൽ തട്ടിപ്പ് നടത്തിയ പണം മുഴുവൻ അങ്ങനെ ഗവൺമെന്റ് കൊണ്ടുപോകും. അതിലും ഭേദം അപ്പപ്പോ തന്നെ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതല്ലേ. അത് മനസ്സിലാക്കി തന്നെ ഇവർ ചെയ്ത പരിപാടിയാണ്. അതിപ്പോ തട്ടിപ്പ് നടത്തുന്ന ഒരുവിധ ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. തട്ടിപ്പ് നടത്തുന്ന ബാങ്ക് അക്കൗണ്ടിൽ ഇവരൊരിക്കലും പണം സൂക്ഷിക്കാറില്ല. ഇനി ഈ തട്ടിപ്പ് നടത്തിയ പണം കൊണ്ട് ഈ 3 പേരും കൂടി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത അച്ചീവ്മെന്റുകൾ അതെടുത്ത് പറയേണ്ട തന്നെയാണ് മക്കളെ. ശരിക്കും പറഞ്ഞാൽ ഈ 3 പേരും കഴിഞ്ഞ 10 മാസത്തിനായി ഭയങ്കരമായിട്ടുള്ള ആഡംബര ജീവിതമായിരുന്നു നയിച്ചുകൊണ്ടിരുന്നത്. അതിലൊരാളുടെ വീട്ടിൽ ഭയങ്കര കടമുണ്ടായിരുന്നു. ആ കടങ്ങളെല്ലാം വീട്ടി. മറ്റൊരാളുടെ വീട്ടിലോ ഒരുപാട് സ്വർണം ബാങ്കിലുണ്ടായിരുന്നു, അതൊക്കെ തിരിച്ചെടുത്തു. മാത്രവുമല്ല അവൾ അച്ഛനൊരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ഇനി അടുത്ത ആളെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് വീട് വരെ എടുത്തു എന്നുള്ളതാണ്. ഇവിടെ ദിയയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാർ ഒരു ദിവസം മുന്നേ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. സ്ഥാപനത്തിന്റെ മുതലാളിയായിട്ടുള്ള എന്റെ മകൾ താമസിക്കുന്നത് വാടക ഫ്ലാറ്റിലാണ്, പക്ഷെ തൊഴിലാളികളായിട്ടുള്ള ഇവർ താമസിക്കുന്നത് സ്വന്തമായിട്ടുള്ള വീട്ടിലും. അതായിരുന്നു അവസ്ഥ. എന്തായാലും തട്ടിപ്പുകാരിൽപ്പെട്ട ഒരാളുടെ അയൽവാസിയുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും കേട്ടോ. വിനിത എന്ന് പറഞ്ഞ കുട്ടിയില്ലേ, ഇവർക്ക് ഒരു 10 ലക്ഷം രൂപയോളം കടമുണ്ടായിരുന്നു. പക്ഷെ ആ കടമൊക്കെ തീർത്തിട്ടും ഉണ്ട്. പിന്നെ കുറെ സ്വർണം ബാങ്കിലുണ്ടായിരുന്നു. ആ സ്വർണങ്ങളൊക്കെ ഇവരെടുത്തു. പിന്നെ ഇവർ അച്ഛന് തന്നെ കുറച്ച് സ്വർണം ഇവർ വാങ്ങിക്കൊടുത്തു. എന്താല്ലേ തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടാൽ എന്താ, എല്ലാ ബാധ്യതകളും തീർത്തില്ലേ അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവര് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാൽ പോലും കിട്ടാത്ത എമൗണ്ട് ആണ് ഒറ്റയടിക്ക് ഇവര് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയത്. അത് കാരണം വീട്ടിലെ എല്ലാ ബാധ്യതകളും തീർത്തു. ഇനിയിപ്പോ പിടിക്കപ്പെട്ടാൽ എന്തില്ലേ, സ്വസ്ഥമായിട്ട് ജയിലിൽ പോയി കിടക്കാലോ. വല്ലാത്തൊരു ടീം സിസ്റ്റം. ഇനി തട്ടിപ്പുകാരികളിൽ പെട്ടൊരു പെൺകുട്ടി അക്കൗണ്ടിലേക്ക് കുറെ പണം വരുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കുറച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും കേട്ടോക്കാം. പേയ്മെന്റ് വന്നതുകൊണ്ട് ഇത്രയും പേയ്മെന്റ് ഒക്കെ വന്നതുകൊണ്ട് നിന്റെ ചേട്ടൻ എന്തിനാ നിനക്ക് ഇത്രയും ക്യാഷ് ഒക്കെ അയച്ചു തരുന്നത്? എന്റെ ചേട്ടൻ അബ്രോഡാണ്. ഒരു മന്ത്ലി ചിലപ്പോൾ 1 ലാക്ക് അല്ലെങ്കിൽ കിട്ടുന്ന പോലെ ചേട്ടൻ എങ്ങനെ കിട്ടുമോ, ചിലപ്പം 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷം അങ്ങനെയൊക്കെ എനിക്ക് അയച്ചു തരാനുണ്ട്. കൂടുതൽ ക്യാഷ് കിട്ടുന്നതനുസരിച്ച് കൂടുതലാണെങ്കിൽ മാത്രമേ 2 ലക്ഷം പണം വരുന്നതിനെ പോലും മറ്റൊരു തരത്തിലേക്ക് അവർ വ്യാഖ്യാനിച്ചു. അങ്ങനെ വ്യാഖ്യാനിച്ച് എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും നീ സെക്സ് റാക്കറ്റിലുള്ള ആളാണോ അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. അച്ചോടി അങ്ങനെയൊക്കെ പറഞ്ഞോ? ആ മുഖത്തൊന്ന് നോക്കിയേ, എന്തൊരു നിഷ്കളങ്കതാണെന്ന് നോക്കി. നിഷ്കളങ്കത ഇങ്ങനെ നിറഞ്ഞു തുളുമ്പാണ് അല്ലേ? ഇവളൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാണെങ്കിൽ ആരെങ്കിലും പറയും ഇവള് തട്ടിപ്പ് നടത്തുന്നവളാണെന്ന്. അത്രയും നിഷ്കളങ്കത മുഖത്ത് വാരി നിറച്ചിട്ടുണ്ട്. എന്തായാലും ആള് പറഞ്ഞേ കേട്ടില്ലേ, എന്റെ ബ്രദർ അവിടുന്ന് ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട്, ഇടയ്ക്കിടെ ടിപ്പൊക്കെ ആയിട്ട് 1-2 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ ഇട്ട് തരും. എന്റെ ബ്രദർ അത്രയ്ക്കും റിച്ചാണ്. ഓരോരോ ന്യായീകരണങ്ങൾ. എന്തായാലും ഈ ന്യായീകരണത്തിലുള്ള മറുപടി ഇവരുടെ അയൽവാസി തന്നെ പറയുന്നുണ്ട്. അന്ന് കേട്ടോക്കാം. വേറൊരു കുട്ടി പറഞ്ഞില്ലേ ഗൾഫിലാണ് അവരെ ചേട്ടനെന്ന്. ആ കുട്ടിയുടെ ചേട്ടൻ പഠിക്കാനാ പോയത്. അത് ലണ്ടനിൽ പഠിക്കാനാ പോയിരിക്കുന്നത്. അപ്പൊ 3 വർഷത്തെ കോഴ്സ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ 2 ലക്ഷം രൂപയും 1 ലക്ഷം രൂപയൊക്കെ സാലറി കിട്ടുമോ? അതിലൊരു ഡൗട്ട് ഉണ്ട്. പക്ഷെ അത്രയും കിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഈ നന്നായിട്ട് ഇവര് ഈ കടയിൽ നിന്ന് തന്നെ ഒത്തിരി പൈസ എടുത്തിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് 1 വർഷം കൊണ്ട് ഇത്ര കടങ്ങളും തീർക്കാൻ പറ്റി, ഇത്ര സ്വർണങ്ങളൊക്കെ തിരിച്ചു എടുക്കാൻ പറ്റുന്നത് വല്ലാത്തൊരു സംശയമുള്ള കാര്യമാണ്. ഒരു കുട്ടിയുടെ ചേട്ടൻ ലണ്ടനിലാണെന്ന് പറഞ്ഞില്ലേ, അവര് ഒരു വീട് വെക്കുന്നെന്നാ പറഞ്ഞത്. അപ്പൊ ആ വീട്ടിലെ പണിയൊക്കെ തീർന്നെന്നാ ഞാൻ അറിഞ്ഞത്. കേട്ടല്ലോ, ഈ പറയുന്ന പെണ്ണിന്റെ ബ്രദർ എന്ന് പറയുന്നത് അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യാണ് അബ്രോഡിൽ. എന്നിട്ടാണ് ഇവള് പറയുന്നത് എന്റെ സഹോദരൻ എനിക്ക് 1-2 ലക്ഷം രൂപ എടുക്കടെ ടിപ്പായിട്ട് തരുന്നൊക്കെ. സ്വന്തം സഹോദരിക്ക് ടിപ്പായിട്ട് 1-2 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പാർട്ട് ടൈം ജോലി ചെയ്യുന്ന അവൻ എത്രത്തോളം സമ്പാദിക്കുന്നുണ്ടാവും? ആ ടിപ്പ് കൊടുക്കുന്നതിന്റെ ഒരു 5 ഇരട്ടെങ്കിലും സമ്പാദിക്കുന്നുണ്ടാവില്ലേ? അങ്ങനെയെങ്കിൽ എല്ലാവർക്കും അബ്രോഡ് പാർട്ട് ടൈം ജോബിന് പോയാൽ പോരെ? അതിന്റെ സുഖം. ഇത്രയും സമ്പാദിക്കുകയും ചെയ്യാം. ഓരോ ദിവസം 1-2 മണിക്കൂർ പണിയെടുത്താലും മതി. എന്തായാലും ഇത്രയും കേട്ടതിൽ നിന്നും
കൂടുതലും ഈ 3 തട്ടിപ്പുകാരികളുടെയും വീട്ടിൽ അറിഞ്ഞിട്ട് ഈ തട്ടിപ്പ് നടത്താനാണ് സാധ്യത. ഇല്ലായിരുന്നെങ്കിൽ ഈ പണങ്ങളൊന്നും ഇവർ വീട്ടിൽ ചെലവാക്കില്ലായിരുന്നു. ഇവർ കിട്ടിയ പണം മുഴുവനും വീട്ടിലത്തെ കാര്യങ്ങളും വീട്ടിലത്തെ ബാധ്യതകളും തീർക്കാനൊക്കെയാണ് ചെലവാക്കിയത് അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും വീട്ടുകാർ അറിഞ്ഞ് തന്നെ നടത്തിയൊരു തട്ടിപ്പ് തന്നെയാണ്. അങ്ങനെയെങ്കിൽ തട്ടിപ്പിന് കൂട്ടുന്നതിന് വീട്ടുകാർക്കെതിരെയും കേസെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അന്വേഷണങ്ങളെല്ലാം അതിന്റെ വഴിക്ക് നടക്കട്ടെ അല്ലേ. ഇനി ഇവരിതെല്ലാം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ദിയയുടെ ഹസ്ബൻഡ് ആയിട്ടുള്ള അശ്വിനെതിരെ ഇവരൊരു അലിഗേഷൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പൊ പല ട്രോൾ പേജിലും കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മതെല്ലാം കണ്ടോക്കാം. രാത്രി 1 മണി 2 മണിക്കൊക്കെ വിളിക്കും. എന്താ വിളിച്ചിട്ട് എന്താ പറയാ? ആ പ്രോഡക്റ്റ് ആ സമയത്ത് കൊടുക്കണം, ഈ സമയത്തൊക്കെ കൊടുക്കണം. രാത്രിയിലും വിളിച്ചുകൊണ്ടേയിരിക്കും. രാത്രി വിളിച്ചില്ലെങ്കിൽ രാവിലെ വഴക്കുണ്ടാക്കും. പെൺകുട്ടികളുടെ നമ്പറിൽ രാത്രി 2 മണിക്ക് 3 മണിക്ക് വിളിച്ചിട്ടാണ് ഇത് പാക്ക് ചെയ്തോ അത് പാക്ക് ചെയ്തോ ദിയയുടെ ഹസ്ബൻഡ് നമ്മുടെ ചോദിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഓഫീസ് കാര്യങ്ങളൊക്കെ ഒരു ടൈം കഴിഞ്ഞപ്പോൾ എല്ലാവരും പെൺകുട്ടികളെ ഇപ്പോൾ എന്തിനാണ് വിളിക്കുന്നത്? ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ രാവിലെ നേരെ വിളിക്കട്ടെ, അതുപോലെ അവർക്ക് ക്ഷമയില്ല. അവർക്ക് രാത്രി 1 മണി 2 മണിയൊക്കെ ആകുമ്പോൾ വിളിച്ചിട്ട് ഹലോ എന്ത് ചെയ്യുന്നു, ഇങ്ങ് പൂവാലന്മാരെ പോലെയാണ് സംസാരിക്കുന്നത്. ദിയയുടെ ഹസ്ബൻഡോ? അതെ, അതുപോലെയാണ് സംസാരിക്കുന്നത്. ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് വളരെ മോശമായ അനുഭവം ഉണ്ടായിരുന്നു. വളരെ മോശമായിട്ട് അല്ലെങ്കിൽ പോലും ഇങ്ങനെ പാതിരാത്രി വിളിച്ച് ശല്യപ്പെടുത്തുന്നതൊക്കെ വളരെ മോശമായ ഒരു കാര്യം തന്നെ. വളരെ മോശം കാര്യം തന്നെയാണ്. പിന്നെ നിങ്ങളെ കിട്ടിയിട്ട് വേണം അശ്വിനെ ഒരത്താൻ. അത്രയും ദാരിദ്ര്യമൊന്നും എന്തായാലും അശ്വിനില്ല. എന്തായാലും ഈ കണ്ണട വെച്ച് പെൺകുട്ടീനെ എല്ലാവരും നോട്ട് ചെയ്തോളൂ. ഇവളാണ് മീഡിയക്ക് മുന്നിൽ വന്നിരുന്ന കാണിച്ചിട്ട് വായ തോന്നി ഓരോന്ന് വിളിച്ച് പറയുന്നത്. ഇവളുടെ നാക്കിന് കുറച്ച് നീളം കൂടുതലാണ്. എന്തായാലും ഇവർക്കുള്ള മറുപടി ദിയ തന്നെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. അവൻ ഓടിക്കുന്നത് റോൾസ് റോയ്സ് ആണ് മോളെ, തള്ളുവണ്ടി നോക്കുവാണെങ്കിൽ അറിയിക്കാമേ. അത്രേ ഉള്ളൂ. കിട്ടിയല്ലോ. അതാണ്. എന്തായാലും അശ്വിനെ കുറിച്ച് ഇങ്ങനെ ഒരു ഫോഴ്സ് അലിഗേഷൻ ഉന്നയിച്ച സ്ഥിതിക്ക് അതിന്റെ പേരിലും ഇവർക്കെതിരെ കേസ് എടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഇത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇവിടെ ആണുങ്ങൾക്കൊന്നും ഒരു വിലയില്ല. എന്തെങ്കിലും തട്ടിപ്പ് നടത്തി പിടിക്കപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ ആണുങ്ങളെ കുറിച്ച് എന്തും പറയാമെന്നായോ. അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണിത്. വൈരാഗ്യം തീർക്കാൻ വേണ്ടി ആണുങ്ങളുടെ മേലെ ഒരു ഫോഴ്സ് അലിഗേഷൻ ഉന്നയിക്കുന്ന പരിപാടി ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല മക്കളെ. ഇതിന് എന്തെങ്കിലും ഒരു നടപടി എടുക്കണം. അല്ല, ഇത് കണ്ടിക്കണതിന് ഒരു അതിരുണ്ട്, അതുകൊണ്ട് പറഞ്ഞത്. ഇനി ഇവർ ദിയക്കെതിരെ അന്ന് ഉന്നയിച്ച ഏറ്റവും വലിയൊരു അലിഗേഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ടോക്കാം. ജാതീയമായിട്ട് സംസാരിക്കുന്നതുകൊണ്ട് നമ്മൾ എത്ര തന്നെ ചെയ്താലും ദിയ നമ്മളെങ്ങനെ, ദിയക്ക് എന്ന് പറഞ്ഞ ഒരു ഡോഗിനെയാണ് ആവശ്യം. അങ്ങനെ നിൽക്കണം ഒരാൾ. ദിയ എന്ത് പറയുന്നു അത് മാത്രം കേൾക്കാം. നമുക്കൊരു തിരിച്ചൊരു അഭിപ്രായം ഉണ്ടാവാൻ ദിയയുടെ അടുത്ത് പാടില്ല. ദിയ എന്താണോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ദിയയുടെ കൂടെ മൂവ് ചെയ്യുക. വേറെ ഒന്നും ദിയക്ക് പറ്റത്തില്ല. അങ്ങോട്ട് പറയുന്നല്ലേ ദിയ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ദിയ ജാത്യധിക്ഷേപം നടത്തുന്നു, ദിയ അടിച്ചമർത്തുന്നു എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞുണ്ടാക്കുന്നല്ലേ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ജാതിക്കാട് ഇറക്കി കഴിഞ്ഞാണെങ്കിൽ ജനം സ്വീകരിക്കുമെന്ന് ഇവർ കരുതി കാണും. പക്ഷെ ഇവർക്ക് തെറ്റി. എന്തായാലും ഇവർ ദിയയെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ദിയ ഇവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് കാണണ്ടേ. അതായത് ഈ അടുത്ത കാലത്ത് ദിയ ഒരു വളക്കാപ്പ് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു പ്രഗ്നന്റ് ആയതിനു ശേഷം. അറിയാലോ, ഇത്തരം പരിപാടികൾക്കൊക്കെ ഏറ്റവും അടുപ്പമുള്ള ആളുകളെ മാത്രമേ ക്ഷണിക്കാറുള്ളൂ. ആ പരിപാടിയിൽ പോലും ദിയ ഇവരെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം. എങ്ങനെ ഇരിക്കുന്നു? ഇത്രയും അടിപൊളിയായിട്ട് ഇവരെ ട്രീറ്റ് ചെയ്തൊരു മുതലാളിനെ കുറിച്ചാണ് ഇവർ ഇത്രയും മോശമായിട്ട് സംസാരിച്ചത്. എന്താ ഇതിനൊക്കെ പറയാ അല്ലേ. ഇനി 5 മാസം മുന്നേ ദിയ ഓബൈ ഓസിയിലെ ഗോഡൌൺ കാണിച്ചിരുന്ന ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും അതും കൂടി കണ്ടിട്ട് നിർത്താം. നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണ്. ഇവിടെയാണ് നമ്മുടെ സ്റ്റാഫ് കുട്ടികളൊക്കെ ഇരുന്ന് പാക്ക് ചെയ്യുന്ന ഒരു സ്പേസ്. ഇവിടെ നമുക്ക് യൂഷ്വലി സ്ഥിരം ഓർഡർ പോകുന്ന ചില ഐറ്റംസ് ഉണ്ട്. അതാണ് ഇവിടെ ഈ റൂമിൽ വെച്ചത്. അതായത് ഇവർ പാക്ക് ചെയ്യുമ്പോൾ കയ്യത്ത ദൂരത്ത് നിന്ന് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലേറ്റസ്റ്റ് സ്റ്റോക്കുകളെല്ലാം വെക്കുന്ന സ്റ്റോക്ക് റൂം ഇപ്പുറത്താണ്. ഇവിടെ സ്മോൾ ബാത്റൂം. ഇത് ബബിൾ റാപ്പ് നോക്കണ്ട, ഇത് എന്റെ അനാഥ കസേരയാണ്. ഇതാണ് ബേസിക്കലി സ്റ്റോക്ക് റൂം ആയിട്ട് വരുന്നത്. ഇതിന് പലതും പല ടൈപ്പ് ഓഫ് ജ്വല്ലറി ഒരുമിച്ച് വെച്ചേക്കുന്നത്. അതായത് ഈ ഒരു റാക്ക് പോലെ നിങ്ങൾ നോക്കി തന്നെ കാണാൻ ഫുൾ ഓഫ് ബാൻഡിൽസ്. അപ്പോൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആ ഒരു ഏരിയയിൽ മുഴുവൻ ബ്രൈഡൽ കോമ്പോസ്, ഹാരം, ഇങ്ങനെയുള്ള നീണ്ട ഐറ്റംസ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. ജസ്റ്റ് ലൈക്ക് ഒരു ബേസിക്കലി ബിലോ 1000 പോലത്തെ ഐറ്റംസ്. ആ ഒരു ഏരിയയിൽ ടോപ്പ് ഏരിയ വെച്ചിരിക്കുന്ന കൂടുതലും പ്രീമിയം ഐറ്റംസ് ആണ്. ദാറ്റ് ഇസ് അബൌവ് 1500 റേഞ്ചിലുള്ളത് 2,000, 3,000, 4,000 റേഞ്ചിൽ വരുന്ന ഐറ്റംസ്. ഓക്കെ, അതാണ് ഇവിടെ വെച്ചാണ് ഇവര് തട്ടിപ്പൊക്കെ നടത്തിയത്. എന്തായാലും കണ്ടെടുത്തോളം ഗോഡൺ അത്ര ഓർഗനൈസ്ഡ് അല്ല അല്ലേ. സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ തരം തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും എല്ലാം ഒരു വലിച്ചു വാരിട്ട പ്രതീതിയാണ് കാണുമ്പോൾ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കണം അവിടെ തട്ടിപ്പ് അത്രയും എളുപ്പത്തിൽ നടത്താൻ സാധിച്ചത്. അല്ല, കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും പുതിയ സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഷോപ്പിലെ സെറ്റിംഗ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നൊക്കെയാണ് ദിയ ഇന്നലെ അറിയിച്ചിട്ടുള്ളത്. നല്ല കാര്യം. ഇനിയെങ്കിലും പഴയ പോലെ ഒഴിപ്പി നടക്കാതെ ബിസിനസ്സിൽ ദിയ ഒന്ന് കണ്ണു വെക്കുന്നത് നന്നായിരിക്കും. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എനിക്ക് ഈ തട്ടിപ്പ് നടത്തിയ 3 പേര് ഇപ്പൊ മുങ്ങിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിലേക്ക് ഇവർ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും കൃത്യസമയത്ത് വരെ ഹാജരായിട്ടില്ല. ഇപ്പോഴും മുങ്ങി നടക്കാണ്. എന്തായാലും എന്തെങ്കിലും ഒരിക്കലും പിടിക്കപ്പെടല്ലോ, അപ്പൊ നോക്കാം. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.